അന്തരീക്ഷ താപനില അനിയന്ത്രിതമായി ഉയർന്നതോടെ ഹൈറേഞ്ചിലെ ഏലം കൃഷിയിടങ്ങൾ തരിശു നിലങ്ങളാകുന്നു. ഏലച്ചെടികൾ കൂട്ടമായി കരിഞ്ഞുണങ്ങുന്നതോടെ കൃഷി ഉപേക്ഷിക്കാൻ കർഷകർ നിർബന്ധിതരാകുകയാണ്. കടുത്ത പകൽ താപനിലയ്ക്ക് മുന്നിൽ സുഗന്ധറാണിക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. അന്തരീക്ഷ താപനില ഉയർന്നതോടെ ഏലച്ചെടികൾ കൂട്ടമായി കരിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ടാങ്കർ ലോറികളെ ആശ്രയിച്ച് ജലസേചനത്തിന് വൻകിടത്തോട്ടങ്ങൾ നീക്കം തുടങ്ങിയെങ്കിലും ചെറുകിട കർഷകർ വെള്ളമെത്തിക്കുന്ന ഭീമമായ ചെലവിൽ പതറുകയാണ്. ഇതോടെ ഹൈറേഞ്ചിലെ പല ഏലത്തോട്ടങ്ങളും തരിശു നിലങ്ങൾക്ക് സമമായി മാറിക്കഴിഞ്ഞു. നല്ല ഉണക്ക് തുടങ്ങി. മാർച്ച് ഏപ്രിൽ 2 മാസം മഴ പെയ്തില്ല, തുടർച്ചയായിട്ട് മഴ പെയ്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ഏലം മഴയില്ലാത്തതുകൊണ്ട് വീണിരിക്കുകയാണ്. ഏലം പിടിച്ച് നിൽക്കുന്നില്ല. അന്തരീക്ഷോഷ്മാവ് 30-35 ഡിഗ്രി നിൽക്കുന്നതുകൊണ്ട് ഏലം കരിഞ്ഞു വാടി ഉണങ്ങി അങ്ങ് പോവുകയും. ഈ മാസം അങ്ങനെ മഴ പെയ്തില്ലെങ്കിൽ ഏലം കംപ്ലീറ്റ് ഒന്നും കെട്ടത്തില്ല. കംപ്ലീറ്റ് എല്ലാവരുടെയും ഏലം നിലത്ത് വീഴും. ഈ മാസം അങ്ങനെ മഴ. നിലവിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി നിലം പതിച്ച നിലയിലാണ്. വലിയ ലാഭം നൽകിയിരുന്ന മികച്ച ഇനത്തിലുള്ള ചെടികളാണ് നശിച്ചിരിക്കുന്നത്. ശക്തമായ മഴ പെയ്യാത്ത സാഹചര്യത്തിൽ വരുന്ന നാളുകളിൽ വലിയ തോതിൽ ഏലം ഉൽപാദനത്തെ പ്രതികൂലാവസ്ഥയിലെത്തിക്കുമെന്നതിൽ സംശയമില്ല. അതേസമയം ചെറിയ തോതിൽ മഴ ലഭിച്ചാൽ അവശേഷിക്കുന്ന ഏതാനും ചില ഏലച്ചെടികൾ കൂടി നശിക്കുവാനും സാധ്യതയുള്ളതായി കർഷകർ പറയുന്നു. ചെറുകിട കർഷകർക്ക് വലിയ തിരിച്ചടി തന്നെയാവും വരുന്ന നാളുകളിലെ ഏലം വിളവെടുപ്പും. ഏലക്കാവിലയിൽ നട്ടംതിരിഞ്ഞ കർഷകർക്കാണ് ഇപ്പോൾ ഇരട്ടി പ്രഹരമേൽപ്പിച്ച ഏലം കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത്. ഇതോടെ പല കർഷകരും കൃഷി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.